നടക്കാൻ പോവുകയാണ് ഒരു മാസ് മുദരിസ് ട്രെയിനിങ്. അതിൻ്റെ ആമുഖമായാണ് ടോക്ക് സീരീസുകൾ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ടോക്ക് സീരീസുകളിൽ നമുക്ക് നടക്കേണ്ട ചർച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എസ്പെഷ്യലി റിലീജിയസ് ആയിട്ടുള്ള മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രത്യേകിച്ചും റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അവിടെ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളും അവിടുന്നുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ട വിഷയങ്ങളും അത് പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക, പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ചർച്ച കൊണ്ടുവരിക എന്നതാണ് ടോക്ക് സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചകൾ തുടരാം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒന്ന് നമ്മുടെ ഹാപ്പി സോൺ ട്രെയിനിങ് സിസ്റ്റം അതിൻ്റെ ഡയറക്ടർ കൂടിയായി വർക്ക് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജുറൈജ് അദനി കാവന്നൂർ, മറ്റൊന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അൻവർ ഹസനി വേങ്ങര. രണ്ടുപേരെയും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ പുതിയ ഒരു തലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചർച്ച തുടങ്ങി വെച്ചൊരു സംഗതിയായിരുന്നു, സ്ഥാപനങ്ങളിലേക്ക് മക്കൾ പഠിക്കാൻ വേണ്ടി വരുന്നു, രക്ഷിതാക്കൾ കൊണ്ടുവന്ന് സ്ഥാപനങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ അവർ പല കാരണങ്ങളാൽ അവർ കൊഴിഞ്ഞുപോക്ക് എന്നുള്ളത് ഇന്ന് സ്ഥാപന രംഗത്ത് അല്ലെങ്കിൽ ഉസ്താദുമാർ, അധ്യാപകർ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ്, എന്തെല്ലാമാണ് ഇത് കൊഴിഞ്ഞുപോക്കിനുള്ള കാരണങ്ങൾ എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ടും പലപ്പോഴും കുട്ടിയുടെ പഠനം ഒന്ന് മെച്ചപ്പെടുന്ന സമയത്ത് രക്ഷിതാവിന് സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ പേര് പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ത്വര ഉണ്ടാവും എന്നുള്ളതാണ്. അതിനന്ന് ഉസ്താദ് സൂചിപ്പിച്ചത് നമ്മുടെ ഈ ട്രെയിനിങ് സിസ്റ്റത്തിൽ പരിചയപ്പെടുത്തുന്ന പാരൻ്റൽ ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നെങ്കിലും ഒന്നുകൂടി അതൊന്ന് വ്യക്തമാക്കണമെന്ന് പല ആളുകളും ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും പാരൻ്റൽ ഇൻവോൾവ്മെൻറ്റ് പറയണമെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റും കൂടി പറയാം. പാരന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാറുള്ളത് പലപ്പോഴും പാരൻസ് മീറ്റാണ്. ഈ പാരന്റ് മീറ്റ് നടക്കാറുള്ളത് എങ്ങനെയാ? നമ്മുടെ കുട്ടികളുടെ ന്യൂനതകൾ രക്ഷിതാക്കളോട് പറയാ, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാ, അങ്ങനെ രക്ഷിതാക്കളെ കുറേ കാര്യങ്ങൾ, ചുമതലകൾ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് കുറച്ചും കൂടി കാലം ഭീകരമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുക, അങ്ങനത്തെ ഒരു പ്രത്യേക സിറ്റുവേഷൻ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ അപൂർവമായാണെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ കാണാം. ഇപ്പോൾ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളിലൊക്കെ ചിലപ്പോൾ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് രക്ഷിതാവിനോട് പറയുന്നതൊക്കെ അപൂർവമായിരിക്കാം, പക്ഷെ അതൊരു വിരോധാഭാസമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നിലവാരമുള്ള ശൈലി എന്ന് പറയുന്നത്, ഒരു കുട്ടി നമ്മളടുത്ത് വന്നു, ആ കുട്ടിയെക്കുറിച്ച് രക്ഷിതാവിനോട് സ്ഥാപനാധികൃതർ പറയേണ്ടത് ഇതാ, ഈ കുട്ടിക്ക് ഇന്നാലിന്ന് ഗുണങ്ങളൊക്കെ ഉണ്ട്, ഈ കുട്ടികൾക്ക് ഇന്നാലിന്ന് മെച്ചം ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നമുണ്ട് എന്ന് പറയാൻ സ്ഥാപനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗുരുനാഥന്മാർ, ടീച്ചേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്രശ്നം മനസ്സിലാക്കാൻ ആർക്കും പറ്റും. വേണ്ടത് ഈ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്നാലിന്ന് പ്രശ്നം ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ശരിക്കും ഒരു പാരൻസ് ഇത് നടക്കേണ്ടത്, അപ്രോച്ച്, പാരന്റുമായുള്ള ബന്ധം നടക്കേണ്ടത്. അവിടെ കൃത്യമായി പാരൻസുമായി കുട്ടികളുടെ പുരോഗമന വിവരം കൈമാറുകയും, എന്ന് മാത്രമല്ല ഒരു കുട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ പാരൻസിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. പ്രത്യേകിച്ച് മതപരമായൊക്കെ പഠിക്കുമ്പോൾ ആ പഠനമില്ലാത്ത, മതബോധം ഇല്ലാത്ത അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ഫാമിലിയിൽ അവർക്കും കൂടി കൂടെ നിൽക്കാൻ പറ്റണമെങ്കിൽ അവരെയും കൂടി അവെയർ ആക്കണം, അവരെയും കൂടി ബോധവൽക്കരിക്കണമെങ്കിൽ അത് കണ്ടിന്യൂ ആയിട്ട് അവരെ കൂടെ കൊണ്ട് നടക്കണം. അതിന് പറ്റും. ചിലപ്പോഴേക്കും ഇത് ഭാരമാണെന്ന് കരുതും, പക്ഷെ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റാണ് ട്രെയിനിങ്. അതിൻ്റെ മുഴുവൻ വിഷയവും നമുക്കിവിടെ ഷെയർ ചെയ്യാൻ ഒരുപക്ഷെ പറ്റിക്കോണമെന്നില്ല. എന്നാൽ ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ കുട്ടിയുടെ പുരോഗമനം കൃത്യമായി കൈമാറുകയും എങ്ങനെയൊക്കെയാണ് ഒരു ഫാമിലി സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പഠിക്കുകയും അവർക്ക് അങ്ങനെ ഒരു ബോധം നൽകുകയും ചെയ്താൽ വൻ മാറ്റം ഉണ്ടാകും. എന്നു മാത്രമല്ല, ചിലപ്പോഴൊക്കെ ചിലർക്ക് തോന്നും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി മതം പഠിക്കാൻ വരുന്നു, ആ കുട്ടി നല്ല മെച്ചമുള്ള നിലവാരമുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നു, നല്ല മതബോധം, മതപാണ്ഡിത്യം അങ്ങനെയൊക്കെ ആയി മാറുന്നു. അങ്ങനെ മാറുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് അവർക്ക് ഇവൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ അല്ല. ലോകത്ത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് മതം. എല്ലാ മനുഷ്യരുടെയും നീഡാണ്, ബേസിക് നീഡാണ് ശരിക്കും മതബോധം എന്ന് പറയുന്നത്. ഇത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു മാറ്ററാണ്. മതബോധം ഒരാളുടെ ബേസിക് നീഡാണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മാറ്ററാണ്. നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഏതായാലും അത് നടപ്പിലാക്കലും എളുപ്പമാണ്.
പക്ഷേ അതിനൊരു ഫോർമാറ്റ്, ആ ഫോർമാറ്റ് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്ഥാപനത്തിലെ ഏതൊരു കുട്ടിയോടും ഉള്ള സമീപനമാണ് പാരന്റൽ ഇൻവോൾവ്മെന്റ്. അഥവാ പാരൻസിനെയും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂസീവ് മെത്തേഡ്, അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകുന്ന മെത്തേഡ്. ഈ മെത്തേഡാണ് നമ്മളെ സിസ്റ്റത്തിൽ ഉണ്ടാവുക. അങ്ങനെ സിസ്റ്റം ആകുമ്പോൾ ഒരു പാരന്റിന്റെ സ്ഥാപനത്തോടുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കും? ചിലപ്പോഴൊക്കെ ചില സ്ഥാപനത്തിലൊക്കെ ഒരു വിദ്യാർത്ഥിയെ ആക്കിയാൽ ആകെ ഒരു രക്ഷിതാവിന് ആ സ്ഥാപനത്തിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്തായിരിക്കും എന്നറിയാം. ഒരു അത്യാവശ്യത്തിന് ഒരു കുട്ടിയെ ഒന്ന് വീട്ടിലേക്ക് വിളിക്കണം, അതിന് പാരന്റ് ഭയപ്പെടണം. അല്ലെങ്കിൽ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം അവിടെ ഷെയർ ചെയ്യണം, പറ്റൂല, അങ്ങ് അടുത്തുകൂടാത്തൊരു സാഹചര്യം. ഇങ്ങനെയൊക്കെ ആയതിന്റെ പേരിൽ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ ആ സ്ഥാപനത്തെ ഭയപ്പെട്ട് കഴിയേണ്ട ഒരവസ്ഥ ചിലപ്പോഴൊക്കെ കാണാം. അങ്ങനെ ആകുമ്പോൾ ആ സ്ഥാപനത്തെ സഹായിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നുമോ? ഇല്ല. അതായത് സ്ഥാപനം വലിയൊരു ഉപകാരം ഈ ഒരു സോഷ്യൽ ഈ ഒരു സമൂഹത്തിന് നൽകുന്നുണ്ട്, പക്ഷെ അത് അവരനുഭവിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് നല്ല ബിരിയാണി തരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് അനുഭവിക്കുന്നില്ല. കാരണം ബിരിയാണിയുടെ മുമ്പും ശേഷവും കൂടെയൊക്കെ ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നു, നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നു. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് അറിയുന്നില്ല. ഇതുപോലെയാണ് ചിലപ്പോഴൊക്കെ സ്ഥാപനങ്ങളുടെ മൂവ്മെന്റ് നടക്കാറുള്ളത്. എല്ലാ സ്ഥാപനവും അങ്ങനെയാണെന്ന അർത്ഥത്തിലല്ല, മറിച്ച് പാരന്റൽ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പാരന്റൽ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഇത് സത്യത്തില് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പുരോഗതിയിൽ അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ചയിൽ അവരും കൂടി ഇൻവോൾവ് ആകുന്നു. അതവരെ കൃത്യമായ സമയത്തിനുള്ളിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മാനേജ്മെന്റ് ആണോ ശ്രദ്ധിക്കേണ്ടത്, അല്ല പിന്നെ ടീച്ചേഴ്സ് ആണോ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള മറ്റൊരു ചർച്ചയാണ്. അതായത് ഇത് കറക്റ്റ് അവർക്ക് ഒരു ഇന്റർമീഡിയറ്റ് ആയി അവർക്ക് ഇങ്ങനെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല ടൂൾ വേണം. കൃത്യമായി കുട്ടിയുടെ പഠനം, അതുപോലെ തന്നെ പെരുമാറ്റം, അവന്റെ ആരാധനാ കർമ്മങ്ങള്, ഇതിലുള്ള പുരോഗതി, സ്കിൽ ഡെവലപ്മെന്റ്, ആ ഒരു സോഫ്റ്റ് സ്കില്ലിന്റെ ആ ഒരു വളർച്ച അത് കൃത്യമായി മെൻഷൻ ചെയ്യപ്പെടണം, രേഖപ്പെടുത്തപ്പെടണം. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഇത് കൂടുതൽ അധ്വാനമായി തോന്നുക, അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു മടിയോ അല്ലെങ്കിൽ പേടിയോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണോ എന്നുള്ളൊരു ആശങ്കയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതില് രക്ഷിതാക്കൾ ഈ ടീച്ചേഴ്സിന്റെ പുറമെ മാനേജ്മെന്റ് കൂടെ ഈ ഒരു സിസ്റ്റം ഇതിന്റെ ഒരു ആവശ്യകതയും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗുണവും ഉൾക്കൊള്ളൽ അത്യാവശ്യമാണെന്നുള്ളതാണ്. തീർച്ചയായും. അതായത് അധ്യാപകന് ഭാരം കുറയുകയാണ് ചെയ്യുക. നേരത്തെ ഉള്ള കഴിഞ്ഞൊരു എപ്പിസോഡിലൊക്കെ ഒരു പക്ഷേ അബൂബക്കർ ഹസൻ ഉസ്താദിന്റെ കൂടെ ഇരുന്ന സംസാരത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ഈ പണിഷബിൾ ആയിട്ടുള്ള പണിഷ്മെന്റ് നിറഞ്ഞു നിൽക്കുന്ന മെത്തേഡിൽ, ആ ഒരു സമീപന രീതിയിൽ ഭാരം അധ്യാപകന് കൂടുതലാണ്, റിസ്ക് അധ്യാപകന് കൂടുതലാണ്. അധ്യാപകന്റെ മെന്റലി അധ്യാപകൻ വളരെ സ്ട്രെസ്ഫുൾ ആണ്. അതായത് മാനസിക പിരിമുറുക്കത്തിന്റെ ഒരു വക്താവായി മാറുകയാണ്. ഇവിടെ മാനസിക പിരിമുറുക്കം മാറിയെന്ന് മാത്രമല്ല, ഒരു അധ്യാപകന് ചെറിയൊരു പനിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ എന്തു മതി, സ്ഥാപനത്തിൽ വന്ന് കുട്ടികളുടെ കൂടെ ഇരുന്നാൽ മതി, അപ്പോൾ മാറും. ഈ ഒരു സാധനമാണ് വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള പണി. വളരെ കുറവ് സമയവും വളരെ കുറവേ വേണ്ടതുള്ളൂ കേട്ടോ. പക്ഷെ അതിനൊരു ഫോർമാറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് അതാണ്. ആ ഫോർമാറ്റ് എങ്ങനെ പരിചയപ്പെടണം? ഒരു മുൻധാരണയില്ലാതെ, ഒരു പ്രഡിക്ഷൻ, മുൻധാരണയില്ലാതെ ഈ ഇതിലേക്ക്, പ്രയോഗത്തിലേക്ക്, ഇതിന്റെ പ്രാക്ടിക്കലൈസിങ്ങിലേക്ക് വരണം. എന്നാൽ തീർച്ചയായിട്ടും വളരെ എളുപ്പം നടപ്പിലാക്കാൻ പറ്റുന്ന അധ്യാപകരുടെ ഒരു സമീപന രീതി. പണി കൂടൂല എന്ന് മാത്രമല്ല, മാനേജ്മെന്റിന് എന്താ, മാനേജ്മെന്റ് ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയൊക്കെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്നായിട്ട് അധ്വാനിക്കുകയാണ്. ഒരു സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾ എത്രയുണ്ടോ അതിനനുസരിച്ച് ആ സ്ഥാപനത്തിൽ നിലവിലുള്ള റണ്ണിങ് സ്റ്റൈൽ, കറന്റ്ലി ഉള്ള നീഡ്സ്, ആവശ്യങ്ങൾ, ചെലവുകൾ, അതിനും ഭാവിയിലെ ചെലവിനും ആര് മതിയാകും? ഈ പാരൻസ് മതിയാകും. എത്രത്തോളം വളരെ പുവർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന പാരൻസ് ആണ് സങ്കല്പിക്കുക. എങ്കിൽ പോലും അവരുടെ റിലേറ്റീവായിട്ടും അവരുടെ ബന്ധപ്പെട്ട് കിടക്കുന്നവരായും ഇഷ്ടംപോലെ നല്ല റിച്ച് പേഴ്സൺ ഉണ്ടാകും. അതതിൻ്റെ റേഷ്യോ ആണ്, ഒരു സോഷ്യൽ റേഷ്യോ ആണ്. എത്രത്തോളം നമ്മൾ ആന്ധ്രാപ്രദേശിൽ ഒരു സ്ഥാപനം പോയപ്പോൾ നമുക്കറിയാം, അവിടെ പോലും നമ്മളത് കണ്ടതാണ്. നമ്മളാണ് ഒന്നിച്ചാൽ പോയത്. അപ്പൊ നമ്മൾ കണ്ടതാണ്, അവിടെ പോലും അവിടെ തന്നെ ഉണ്ട്, അവിടെ ആവശ്യമായ ഫൈനാൻഷ്യലായ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ ഉണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യാൻ എന്ത് വേണം? ഒരു സ്ഥാപനത്തിന്റെ എല്ലാ എലമെന്റും നല്ല ബന്ധപ്പെട്ടു പോകണം. ഇത് പലപ്പോഴും
ഈ പിന്നെ പാരന്റൽ ഇൻവോൾവ്മെന്റിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ എല്ലാ പുരോഗതികളും പാരന്റിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അറിയിക്കണം. ഇതിന് നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് നമ്മുടെ സ്വയം കീശിയിൽ നിന്നെടുത്ത് ഒരു രൂപം ഉണ്ടാക്കുന്ന സമയത്താണ് സത്യത്തിൽ ഇതൊരു പ്രയാസമായി തോന്നുന്നത്. നേരെ മറിച്ച് സയന്റിഫിക്കലി നമ്മൾ പ്രൂവ് ചെയ്ത ഈ ടൂളുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളാണ്. പക്ഷെ അവിടെയാണ് ഈ ട്രെയിനിങ്ങിന്റെ ആവശ്യകത ഒന്നും കൂടെ മനസ്സിലാക്കുന്നത്. ഇത് പലപ്പോഴും ചില സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോഴേക്ക് അവർ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ 10 മടങ്ങ് വർക്ക് ചെയ്യുന്നുണ്ട്. 10 മടങ്ങ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര ആവശ്യം വരൂല. ഈ ട്രെയിനിങ്ങിൻ്റെ വിധേയമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്ര ആവശ്യം വരൂല. അതാണ് നമ്മൾ ഹാപ്പി സോണിൻ്റെ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്ങിൻ്റെ ബാച്ചുകളൊക്കെ പലയിടത്തും നടക്കുമ്പോൾ അതിൽ ഇൻവോൾവ് ആകുന്നവരെ പരിശോധിച്ച് നോക്കിയാൽ അത് ഭംഗിയായിട്ട് നമുക്ക് കാണാം. പക്ഷെ അവിടെ നമ്മൾ ഒരു സ്ഥാപനം എന്ന അർത്ഥത്തിലല്ല ട്രെയിനിങ് മൂവ്മെന്റ് കൊണ്ടുപോകുന്നത്, പേഴ്സണാണ്. ആ വരുന്ന ആൾക്കത് കാണാൻ പറ്റും. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ വരുമ്പോൾ ആ വരുന്ന ആളോട് യോജിച്ചു കൊണ്ട് പോകുന്നവരല്ല ബാക്കിയുള്ളവരെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം പോസിറ്റീവാണ്. എന്തുകൊണ്ടാ? ആ ചലനത്തെക്കുറിച്ച് സതുദ്ദേശമുള്ളവരറിയും. അതേസമയത്ത് ദുരുദ്ദേശമുള്ളവർ അതിൻ്റെ ഭവിഷ്യത്തിന്റെ വക്താക്കളായി മാറും. സതുദ്ദേശമുള്ളവർ എന്തറിയും? അതിൻ്റെ ശരിയായ വശം അറിയും. നമ്മളെല്ലായിടത്തും നമ്മളെ അനുഭവം അതാണ്. അതായത് സിസ്റ്റത്തിൽ ഒരാൾ വരുമ്പോൾ അവർ ആ പോസിറ്റീവായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ സതുദ്ദേശമുള്ളവർ അത് അറിയുന്നു, അവരതിൻ്റെ വക്താക്കളാകുന്നു. മറ്റുള്ളവർ നമ്മുടെ മാറ്റർ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ പിന്നാലെ പോകേണ്ട കാര്യം, അത് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അവരുടെ പിന്നാലെ നമ്മൾ പോവുക. നമുക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് അവരെ പിന്നാലെ നമ്മളില്ല. പക്ഷേ ഇതൊരു പോസിറ്റീവാണ്. നമ്മുടെ പിന്നെ ദാവ കോളേജുകൾക്ക് പ്രത്യേകം നമ്മൾ തയ്യാറാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺസൾട്ടേഷൻ, അതാണ് അത്തരം സന്ദർഭങ്ങളിൽ ഒന്നും കൂടി ഉപകാരപ്പെടുക. അതായത് ആ കൺസൾട്ടേഷൻ വളരെ പ്രൊഫഷണലി നമുക്ക് ലീഡ് ചെയ്യാൻ അൽഹംദുലില്ലാ കഴിയും. അതിൻ്റെ ഡിസൈനിങ് ഇത് അൽഹംദുലില്ലാ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നവരും അതുപോലെ ധാരാളം പേര് ഇതിൻ്റെ പിന്നിൽ സമർപ്പിച്ചവരുണ്ട്. നമ്മൾ അവരെയൊക്കെ നന്ദിയോടെയും സന്തോഷത്തോടെയും ഓർത്തുകൊണ്ട് തന്നെ പറയുന്നു, വലിയൊരു ടീം എപ്പോഴും സദാ സന്നദ്ധരാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹാപ്പി സോണിൻ്റെ ഈ ഒരു മൂവ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഇതിൽ വന്ന എല്ലാവരും ആ മനസ്സുള്ളവരാണ്. അഥവാ ഭൗതികമായ ഒരു നേട്ടം അവരുടെ മാറ്റർ അല്ല. ഈ എപ്പിസോഡ് പോലും ജനങ്ങളിലേക്ക് വരുമ്പോൾ സത്യത്തിൽ വളരെ എക്സ്പെൻസീവാണ്. ചെറിയ സെറ്റപ്പൊക്കെ നമുക്കുള്ളെങ്കിലും അതുപോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസീവ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ മറുവശത്തൊരു നേട്ടം കണ്ടിട്ടല്ല ഇത് ചെയ്യുന്നത്. നേട്ടം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയുന്നൊന്നുമില്ല, വിശ്വസിക്കുന്നുമില്ല. അതേസമയത്ത് നേട്ടം കണ്ടിട്ടല്ല നമ്മൾ ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. അത് നമ്മുടെ ഒരു പ്രതീക്ഷയുള്ള നമ്മുടെ മാനസികാവസ്ഥ. ഇതില് ഉസ്താദ് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തില് അവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഒരു 3 ലെയർ കമ്മ്യൂണിക്കേഷൻ ആവണം. ഒരു അധ്യാപകൻ, ഒരു വിദ്യാർത്ഥി, അവരുടെ ഫാമിലി അഥവാ രക്ഷിതാക്കൾ, അവരുടെ ഇടയിൽ പൂർണ്ണമായ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായാലേ അവർക്കൊരു വിജയകരമായിട്ടുള്ള അധ്യാപനം സാധ്യമാകും. തീർച്ചയായിട്ടും വിജയകരം അങ്ങനെ ഉണ്ടായാലേ കഴിയൂ എന്ന് പറയുന്നതിലുപരി അപ്പൊ അതൊന്നും കൂടി മാറ്റും. നമ്മൾ എന്താ പറയുക, അങ്ങനെ ഉണ്ടാകലാണ് എല്ലാവരുടെയും ആവശ്യം. ഒരു പാരൻസിന്റെ ആവശ്യം അതാണ്, ടീച്ചേഴ്സിന്റെ ആവശ്യം അതാണ്, മാനേജ്മെന്റിന്റെ ആവശ്യം അതാണ്, സ്റ്റുഡൻസിന്റെ ആവശ്യം അതാണ്, എല്ലാവരുടെയും ആവശ്യം അതാണ്. അതാ വേണ്ടത്. ആരും മസിൽ പിടിക്കാതിരുന്നാൽ മതി. എന്നാൽ സുഗമമായി നടന്നു പോകുന്ന ഒരു ഏർപ്പാടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെന്റ്, സ്ഥാപനത്തിന്റെ. ഇതാണ് നമ്മൾ ചുരുക്കം. നേരത്തെ ഉസ്താദ് പറഞ്ഞ പലപ്പോഴും ട്രഡീഷണൽ ഒരു മുൻ സമീപന രീതി, അവരൊരു വിഷയം ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് കാണുമ്പോൾ രക്ഷിതാവും പ്രശ്നം ആ വിദ്യാർത്ഥിയെ ചൂണ്ടിക്കാട്ടുന്നു, അധ്യാപകനും പറയുന്നു ഇവനാണ് അതിൽ എല്ലാ കാരണക്കാരനും. അതിന് പരിഹാരത്തിന്റെ ഒരു വശം ചിന്തിക്കുന്നതിന് പകരം ഒരു ഒറ്റപ്പെടുത്തൽ സമീപന രീതിയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഈ വിദ്യാർത്ഥി പകച്ചു പോവുകയാണ്. അവന് പരിഹാരത്തിന് ഇനി ഞാൻ എന്ത് ചെയ്യണം, എവിടെ പോകണം, എങ്ങനെ പരിഹരിക്കണം, അവന് മുമ്പിൽ വാതിലുകളില്ല. അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഒരുപാട് വിദ്യാർത്ഥികൾ, നമ്മുടെ അനുഭവത്തിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അനുഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് ഒരു വ്യത്യസ്ത ഒരു രീതി ഒരു അധ്യാപകന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ വലിയ ഒരു റിസൾട്ടാണല്ലോ നമ്മുടെ ഫീൽഡിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ടീച്ചേഴ്സ് സെന്റേർഡ് ലേണിങ്ങിൽ നിന്ന് മാറി ഒരു സ്റ്റുഡന്റ് സെന്റേർഡ് ലേണിംഗ് ആവുമ്പോൾ ഇതിൽ വലിയ വിപ്ലവം ഒരു അധ്യാപകന് ഉണ്ടാക്കാൻ കഴിയും. തീർച്ചയായും എന്നാണല്ലേ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇനി ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച വിഷയം, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും കൊണ്ടുവരാൻ ഉദ്ദേശിച്ച വിഷയം
കുട്ടികൾ കൊഴിഞ്ഞു പോവുക എന്നത് പലപ്പോഴും സ്ഥാപനങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇതെങ്ങനെ പരിഹരിക്കാം? എന്താണ് അതിൻ്റെ വശങ്ങൾ? പ്രധാന വശങ്ങൾ എന്താണ്? എന്തൊക്കെയാണ് പരിഹാരങ്ങൾ? ഇതാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ള വിഷയം. ഒന്ന്, നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് പാരൻസ് അവർ കുട്ടികളെ ഡ്രോബാക്ക് ചെയ്യുന്ന ഒരു സംഭവം. രണ്ടാമത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് വന്നത്, കുട്ടികൾ കുറച്ച് ഒന്ന് മെച്ചുവേർഡ് ആകുന്ന സമയത്ത് അവർക്ക് പല ആഗ്രഹങ്ങളും പിന്നെ പല വ്യത്യസ്ത പ്രൊഫഷനുകളെ കുറിച്ചുള്ള പഠനങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഈ മതപഠനം എൻ്റെ ഈ പ്രൊഫഷന് എതിരാണെന്ന് പലപ്പോഴും തോന്നുന്നൊരവസ്ഥ. അങ്ങനെ അവർ പിന്നെ ബാക്ക് അടിക്കുന്ന അല്ലെങ്കിൽ പിന്മാറുന്ന ഒരു ത്വര അവർക്ക് വരിക. അപ്പൊ അത് പ്രത്യേകിച്ച് ഈ ഒരു കാരണം തുറന്ന് ഒരു ഉസ്താദിനോട് പറയാൻ, ഒരു അധ്യാപകനോട് പറയാനുള്ള ഒരു പേടിയോ മടിയോ പല സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കൽ അത്യാവശ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിൽ ഒന്നാമത് പറഞ്ഞതാണ്, ഇപ്പൊ പാരന്റ്സ് പിൻവലിക്കുന്നു, കുട്ടികളെ പിൻവലിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ പരിഹാരമാണ് പാരന്റൽ ഇൻവോൾവ്മെന്റ്. അത് നമ്മൾ വിശദമായി അത്യാവശ്യം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ രക്ഷിതാവിന് ആവശ്യം വരൂല. അത് ചിലപ്പോഴൊക്കെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു വിദ്യാർത്ഥി പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥി സ്വാഭാവികമായി എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ വിദ്യാർത്ഥിയുടെ നീഡാണോ ആ പറയുന്നത്. വിദ്യാർത്ഥിക്ക് സമ്മതമൊക്കെ കൊടുത്തതിന് ശേഷം ചോദിച്ചപ്പോൾ ആ വിദ്യാർത്ഥി കരഞ്ഞു. ആ വിദ്യാർത്ഥി പറഞ്ഞു, എനിക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ലീവിന് പാരൻസ് നിർബന്ധിച്ചതാണ്, നീ എന്തായാലും പോരണം. അപ്പോ അതിന്റെ പിന്നാമ്പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കൗതുകകരമായ ഒരു സംഭവമാണ്. എന്താ അറിയോ, ഈ കുട്ടി വരുമ്പോൾ ഈ കുട്ടിയുടെ സഹോദരിക്ക് ഇങ്ങനെ ഓർമ്മയാകുന്നത് തൻ്റെ വീട്ടിൻ്റെ അടുത്ത പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഉസ്താദിനെയാണ് ഓർമ്മ വരുന്നത്. ആ ബാങ്ക് വിളിക്കുന്ന ഉസ്താദിന് എത്ര സാലറി ഉണ്ടാവുന്ന ആ കുട്ടിക്കറിയാം, ആ സഹോദരിക്കറിയാം. അപ്പോൾ ഈ ഭാവിയിൽ എൻ്റെ സഹോദരൻ ഇവനായിരിക്കും എന്ന് ആലോചിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു ആശങ്ക അത് വികസിച്ചാണ് പാരൻസിലേക്ക് എത്തി. പാരൻസ് 2-3 ദിവസം എടുത്ത് ഇവനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് വില്ലിങ് ആക്കിയെടുത്തു. ഇവന് പോകാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് പാരൻസിനെ ഈ വിഷയത്തിൽ ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പാരൻസ് ഉറച്ചു നിന്നു. ഏകദേശം 6 വർഷം കഴിഞ്ഞപ്പോൾ ഇവന്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ നല്ല ഉന്നതരായി, വ്യത്യസ്ത പൊസിഷനുകൾ, നല്ല പഠനവും ജീവിത രീതിയൊക്കെ മെച്ചപ്പെട്ടപ്പോൾ ആ സമയത്ത് ഞാൻ തന്നെ ഈ കുട്ടിയെ കണ്ടു. എങ്ങനെ? ഈ കുട്ടി ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലേസിൽ ഒരു ഹാഫ് ട്രൗസറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ ഈ പാരൻസ് ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നവരല്ല, പക്ഷേ അവർ അതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടു. 6 വർഷം ഇവൻ ഇങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ മുമ്പ് ഈ പാരൻസ് ഈ കുട്ടിയെ തിരിച്ചു വിളിച്ച. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വളരെ സുഗമമായി കഴിയും പാരന്റൽ ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ. അതേസമയം ഞാനിപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്നു, അല്ലെങ്കിൽ ഞാൻ സ്ഥാപനത്തിൽ അധ്യാപകനാണ്, സ്ഥാപനത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ സമീപനത്തിൽ ഒരു രൗദ്രഭാവം, അതായത് ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് റൈറ്റൊന്നുമില്ല എന്ന ഒരു സമീപന സാന്ദർഭിക ഭാഷ അത് പലപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അവിടെ ഒരിക്കലും പാരന്റൽ ഇൻവോൾവ്മെന്റ് ജനിക്കാൻ പോകുന്നില്ല. ആ പാരന്റൽ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്ന വിഷത്തെ മുളയിലേ നുള്ളുന്ന വിഷാംശമാണ് ആ ഒരു മനോഭാവം, ആ ഒരു സമീപന രീതി. അത് സൗണ്ട് മോഡുലേഷനിൽ പോലും കാണാം. ഒരു കുട്ടിയുടെ ലീവിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു കുട്ടിയുടെ മറ്റേതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം ഈ ഒരു സമീപനം കാണാം. ഈ രൗദ്രഭാവം നിറഞ്ഞാടുന്നത് കാണാം വാക്കുകളുടെ പിന്നിൽ നിന്ന്. അപ്പം അതുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനൊക്കെ ഉള്ള പരിഹാരമാണ് പാരന്റൽ ഇൻവോൾവ്മെന്റ് ആകുമ്പോൾ. പാരൻസ് കൂടി ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ എലമെന്റ്സ്, ഈ മഅഹദിന്റെ അജിസ, അതിൻ്റെ പാർട്ടുകളിലെ പ്രധാന പാർട്ടായിട്ട് പാരന്റ് കൂടി രൂപപ്പെടുന്ന ഒരു ബ്യൂട്ടിഫുൾ പിക്ചറാണത്. അപ്പോൾ ഒന്നാമത്തെ സൊല്യൂഷനാണ്. രണ്ടാമത്തത്, കുട്ടികൾ തന്നെ പഠിച്ചു വളരുമ്പോൾ ഈ കുട്ടിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ പഠിച്ച് ഒരു ഉസ്താദായാൽ എനിക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റൂല, എനിക്കൊരു ഉദ്യോഗസ്ഥനാകാൻ പറ്റൂല, എനിക്ക് എൻ്റെ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അതൊരിക്കലും എനിക്ക് എക്സ്പെക്റ്റഡ് അല്ല എന്ന് തോന്നുമ്പോൾ അവൻ പതിയെ പിൻവലിയും. ഇത് എവിടുന്ന ഉണ്ടാകുന്നത്? ഒരു ഉസ്താദും ശിഷ്യനും, ഒരു ഗുരുനാഥനും ഈ വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധമില്ലാതിരിക്കുമ്പോഴാണ്. അങ്ങനെ അഭേദ്യമായ ബന്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇതിന് പരിഹാരമാകും. എന്തുകൊണ്ടാണ്? ഒരു മതപഠനം എന്നത് മറ്റേതെങ്കിലും ഉദ്യോഗത്തിനെതിരല്ല. മതപഠനം എന്നത് എല്ലാ ഉയർച്ചക്കും സപ്പോർട്ടീവ് മാത്രമാണ്. ഒരു ഉയർച്ചയുടെയും ബ്രേക്കബിൾ ആയിട്ടുള്ള
അതിന് ഇൻഖിത്താവ് വരുന്ന ഒരു അപ്രോച്ച് അല്ല, സമീപന രീതിയല്ല. അപ്പോൾ കൃത്യമായ ഒരു അധ്യാപകന് അങ്ങനെ സമീപിക്കാൻ പറ്റിയാൽ ഒരു കുട്ടി ഒരിക്കലും അങ്ങനെ ആ കുട്ടിയുടെ ഭാവി ആലോചിച്ച് പിരിഞ്ഞു പോകൂല. എന്ന് മാത്രമല്ല, വളർന്നു വരുന്ന ഏതെങ്കിലും ഒരു പ്രൊഫഷൻ, ആ പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ ആ പ്രൊഫഷന് ഒന്നും കൂടെ ഭംഗി ചാർത്തുന്നതാണ് അവന്റെ മതവിജ്ഞാനം. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അതത്ര ഉചിതമല്ല, എന്നാലും ഡോക്ടേഴ്സാണ് പ്രൊഫഷനിൽ മുൻപന്തിയിൽ. സംഗതി അങ്ങനെയല്ല വേണ്ടത്, പക്ഷെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ പലപ്പോഴും നമ്മൾ ആശുപത്രികളിലൊക്കെ പലയിടത്തും ഡോക്ടേഴ്സിനെ സമീപിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു മാനേഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലൊന്ന് ചേർക്കണമായിരുന്നു എന്ന് തോന്നാറുണ്ട്. പേഷ്യൻസിനോട്, അതുപോലെ അവരുടെ ബൈസ്റ്റാൻഡറോട്, ഇവരോടൊക്കെയുള്ള പെരുമാറ്റവും സമീപന രീതിയൊക്കെ കണ്ടാൽ ഇച്ചിരി ഒരു കോമൺ സെൻസ് ഇവർക്ക് വേണമെന്ന്, എല്ലാ ഡോക്ടേഴ്സിനെ അല്ല കേട്ടോ, അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അവിടെ ഇത്തരം ഒരു പ്രൊഫഷൻ ആയാൽ പോലും അവർക്ക് ആവശ്യമുള്ളതാണ് SQ, ഒരു സ്പിരിച്വൽ കോഷൻ. ആ സ്പിരിച്വൽ കോഷൻ നൽകുന്ന ഒരു മതവിജ്ഞാനം കൂടെ ഉണ്ടായാൽ അത് സപ്പോർട്ടീവാണ്. ഒരു മെഡിക്കൽ സയൻസിലാണെങ്കിലും ഇനി ലോയിലാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും ഫീൽഡിലാണെങ്കിലും ഒക്കെ വളരെ അനിവാര്യതയുള്ളതും വളരെ അതിനോട് അനുയോജ്യമായതുമാണ് എന്ന് ഉസ്താദിനെ ധരിപ്പിക്കാൻ പറ്റും. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറേണ്ട ഒരു ആവശ്യം ഉദിക്കുന്നില്ല. ഒരു കുട്ടി വളർന്ന് വലുതാകുമ്പോഴും ആ കുട്ടികളുടെ വിശാലമായ സാധ്യതകൾ ഓപ്പൺ ചെയ്യുന്ന ഒരു മൈൻഡ് ആർക്ക് വേണം? ഉസ്താദിന് വേണം. അതായത് ഒരു കുട്ടി എത്രത്തോളം വികസിക്കുമോ അത്രയും വികസിക്കാൻ ഉസ്താദ് സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഉസ്താദ് വിചാരിക്കുന്ന, ഉസ്താദിന്റെ പരിചിതമായ ആ ചോട്ടാവൃത്തം, ആ സ്മോൾ ഇതിലേക്ക് എന്ത് ചെയ്യരുത്, കുട്ടിയെ വലിച്ചു ചുരുക്കരുത്. മറിച്ച് വിശാലമായ വൃത്തത്തിലേക്ക് കുട്ടിയെ പറന്നു വിടാൻ അനുവദിക്കുന്നവരായി ഉസ്താദ് മാറണം. അവിടെ ശരിയും തെറ്റും നിശ്ചയിച്ചു കൊടുക്കാനും ശരിയും തെറ്റും ദിശ കാണിക്കാനും ഉസ്താദിന് വളരെ എളുപ്പമാണ്. അങ്ങനെ കഴിഞ്ഞാൽ തന്നെ വളരെ ഭംഗിയായിട്ട്, ഇപ്പൊ ചിലപ്പോഴൊക്കെ അവിടെ വരുന്നൊരു മാറ്റർ ആയിരിക്കാം, കുട്ടികളെ പുറത്ത് ക്യാമ്പസിലൊക്കെ പറഞ്ഞേക്കുമ്പോൾ പലതരം മോശപ്പെട്ട സാഹചര്യം ഉണ്ടാവില്ലേ, അവിടെയൊക്കെ പോയാൽ കുട്ടികൾ ദുഷിച്ചു പോകില്ല. അങ്ങനെ ഒരു ചിന്തയെ ആവശ്യമില്ല. അതായത് ഒരു സപ്പോർട്ടീവ് പേഴ്സൺ ആയിട്ട് ഉസ്താദ് ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഏത് പൊതു ക്യാമ്പസിൽ ചെന്നാലും ആ കുട്ടി ഉൾക്കൊള്ളുന്ന നന്മകൾ, വേഷത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും മറ്റ് സമീപന രീതിയിലാണെങ്കിലും വാല്യൂസുകളിലാണെങ്കിലെല്ലാം ആ കുട്ടിയുടെ ഒരു ബേസിക് നീഡായിരുന്നു അത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ധരിച്ചിരിക്കുന്ന എൻ്റെ ഈ വസ്ത്രത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വലിയ, ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും ഉന്നതർ, ഉദാഹരണത്തിന് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അതുപോലെ എൻ്റെ മറ്റു ഉസ്താദുമാർ, അവരൊക്കെ സമൂഹത്തിൽ ഉന്നതരാണ്. ആ ഉന്നതരൊക്കെ ധരിച്ചൊരു യൂണിഫോമാണത്. ഞാൻ ആ യൂണിഫോമിനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ യൂണിഫോമിനെ ധരിക്കുന്നതെങ്കിൽ എനിക്ക് ഏത് സമൂഹത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ യൂണിഫോമാണ് ബെറ്റർ. ഞാൻ ഇതിൽ നിന്നും മാറേണ്ടി വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ യൂണിഫോം എന്തല്ല, അക്സെപ്റ്റബിൾ ആയിരുന്നില്ല, കബൂലായിരുന്നില്ല. അപ്പോൾ അതാവുക എന്ന ഒരു സമീപന രീതിയാണ് ഉസ്താദ് ആർക്ക് പകർന്നു കൊടുക്കുന്നത്, കുട്ടിക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ അവന് പബ്ലിക് ക്യാമ്പസിൽ ചെന്നാൽ അവനെ മറ്റുള്ളവർ ഫോളോ ചെയ്തോളൂ, അവൻ മറ്റുള്ളവരെ ഫോളോ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ അവന് ഈ മൂല്യങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും അവൻ പുറത്തു പോകുമ്പോൾ നമുക്ക് ആശങ്ക ആവശ്യമില്ല. എത്രത്തോളം നമ്മളെ സ്ഥാപനത്തിലെ അനുഭവം നമുക്ക് ഓർമ്മയില്ല. അതെ, അവിടെ പിന്നെ ഒന്ന് കൂട്ടിച്ചേർത്ത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഉസ്താദ് പറഞ്ഞ ഈ ഒരു വിശദീകരണം കേട്ട് നാളെ തന്നെ ഏതെങ്കിലും ക്യാമ്പസിലെ ഒരു കുട്ടിയെ ഇത്തരം പുറത്തുള്ള സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചാൽ ഈ ഫലം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മുടെ ഈ ഒരു പെരുമാറ്റ ശാസ്ത്രം അതിനനുസരിച്ച് മുന്നോട്ട് പോയി കുട്ടിയും ഉസ്താദും ഒന്നായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിന് ശേഷം പിന്നെ കുട്ടിയെ പുറത്തു വിട്ടാൽ പ്രശ്നമാവില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൂട്ടിച്ചേർക്കണം തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം ഈ മാറ്റം കുട്ടിക്ക് ബോധ്യപ്പെടണം. ഒരു ദിവസം ഒരു ഉസ്താദ് പുഞ്ചിരിച്ചത് കൊണ്ട് ഒരിക്കലും ഒരു കുട്ടിക്ക് അത് വിശ്വാസയോഗ്യമാകൂല. ആ ഉസ്താദിന്റെ പ്രകൃതമാകണം. ഒരു ഉസ്താദിനെ, ഒരു കുട്ടിയെ ഉസ്താദ് കേൾക്കുന്ന അവസ്ഥ, അത് കേൾക്കുന്ന അവസ്ഥ എന്നുള്ളത് വളരെ വിശദീകരണം ആവശ്യമുള്ള ഒരു വേർഡാണ്. തൽക്കാലം നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. ലിസണിങ് സ്കില്ലായി വരുന്നതെങ്കിൽ തന്നെ ഒരുപാട് പ്രാവശ്യം കേട്ട് ശീലമായി. നമ്മുടെ ലൈഫ് എൻറിച്ച്മെന്റ് കോഴ്സിൽ കാര്യമായി നമ്മൾ കിട്ടുന്ന ഒരു സ്കില്ലും കൂടിയാണത്. കാരണം ഒരു 25 പേരുണ്ടെങ്കിൽ 25 പേരും അവന്റെ മുഴുവൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും ചില ആളുകൾ അവരുടെ ലൈഫ് ഹിസ്റ്ററി തന്നെ പറയും. അപ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദ് ഒന്ന് കട്ട് ചെയ്തൂടെ, ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത്
അവർക്ക് അവരുടെ അനുഭവിക്കുന്ന പ്രയാസം കൂടി കേൾക്കുമ്പോഴാണ് ഇത് പറഞ്ഞു തീരലാണ് സത്യത്തിൽ അവന്റെ പ്രശ്നത്തിന് സൊല്യൂഷൻ എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് കേൾക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇത് കുറെ കഴിയുന്ന സമയത്ത്, മാസങ്ങളോളം ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എന്ത് പ്രയാസം പറഞ്ഞാലും, ഒരിക്കൽ എന്നോടൊരു ഒരു അധ്യാപകൻ പറഞ്ഞു, ഭയങ്കര പ്രയാസമാണ് കുട്ടികൾ വന്നിട്ട് ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്താണ് കുട്ടികൾ ചോദിക്കുന്നത്? അപ്പോൾ കുട്ടികൾക്ക് പഠിക്കുന്ന വിഷയത്തിലുള്ള ഒരു ഡൗട്ടിനെ കുറിച്ചാണ് കുട്ടി ചോദിക്കുന്നത്. പക്ഷെ ആ കുട്ടി ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതൊരു ഇറിറ്റേഷനായി ഒരു അധ്യാപകന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ വളരെ പ്രയാസമാണ് അത്. ഈ കുട്ടിയുടെ ഒരു ഒരു അവകാശത്തെ ഹനിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഒരു സങ്കുചിതമായ ചിന്ത കൊണ്ടുപോകും. അവിടെ അത്തരം അധ്യാപകരാണ് സത്യത്തിൽ ശരിക്കും ഇത്തരം ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കേണ്ടത്. അതോടെ ഉസ്താദ് നേരത്തെ പറഞ്ഞുകൂടെ ഞാൻ സാധാരണ കുട്ടിയോട് പറയാനുള്ളൊരു മാറ്ററും കൂടെ സൂചിപ്പിക്കാം. അതായത് ഏതൊരു പ്രൊഫഷനും ആവശ്യമുള്ള സംഗതിയാണ് ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസയോഗ്യനാകുക എന്നുള്ളത് ഏതൊരു പ്രൊഫഷനിലും ആവശ്യമുള്ള സംഗതിയാണ്. ഒരു ഡോക്ടർ ആകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, അല്ലെങ്കിൽ ഒരു അധ്യാപകനാകട്ടെ, ഏതൊരു സംഗതിയാണെങ്കിലും. ഇപ്പോൾ ഞാൻ ഏറ്റവും കുട്ടികൾക്ക് മനസ്സിലാകുന്ന വളരെ ചെറിയൊരു ഉദാഹരണം പറയാറുണ്ട്. അതായത് ഒരു ഇന്റർവ്യൂ നടക്കുന്നു. ആ ഇന്റർവ്യൂവിൽ ഒരുപാട് ആളുകൾ വ്യത്യസ്ത സ്കില് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് സർട്ടിഫിക്കറ്റുകളുള്ള ആളുകൾ വന്നിരിക്കുന്നു. ഈ ഒരു വിദ്യാർത്ഥിയുടെ വേഷം ധരിച്ച, അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ വേഷം ധരിച്ച ഒരാൾ ഇരിക്കുന്നു. അദ്ദേഹത്തിന് തീരെ എക്സ്പീരിയൻസ് ഇല്ല, ചെറിയ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. കൂടെ വന്ന മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ കുട്ടിയോടും ചോദിച്ചു, നീ ഒരു ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്, നിങ്ങളുടെ സ്ഥാപനത്തിലേക്കാണ് ഈ ഒരു അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വേഷധാരിയായ ഈ ഒരു വെള്ള വസ്ത്രത്തെ ഈ ആളെ നീ പരിഗണിക്കോ, അതല്ല ഇത്തരം സർട്ടിഫിക്കറ്റുകളും എക്സ്പീരിയൻസുള്ള ആളെ പരിഗണിക്കോ? ഈ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് അല്ലെങ്കിൽ കാഷ്യർ പോസ്റ്റിലേക്കാണ് ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ പറയുന്നത് ഞാൻ ഈ ആളെ പരിഗണിക്കണം. കാരണം എന്തുകൊണ്ട്? ഇവന്റെ ബിസിനസ് സ്ഥാപനത്തിലെ മുഴുവൻ ക്യാഷും കൈകാര്യം ചെയ്യേണ്ട ആളാണ്. അവിടെ ഏറ്റവും വിശ്വാസമുള്ള, അവൻ എക്സ്പീരിയൻസ് കുറഞ്ഞാലും ശരി, സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ശരി, നമ്മൾ അയാളെ ഹയർ ചെയ്യും. അപ്പോൾ ഈ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും അറിയാം ഈ ഒരു സംഗതിയാണ് വേണ്ടത് എന്നുള്ളത്. അതിന്റെ ഒരു ആവശ്യകത, മതപഠനത്തിന്റെ ആവശ്യകതയാണ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ്, ഇപ്പൊ ഒരു ബിസിനസ് എന്നോടൊരു കുട്ടി പറഞ്ഞു, ഞാൻ പഠനം നിർത്തണം. അപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചു. പറഞ്ഞു അവനക്ക് MBA എടുക്കണം. MBA എടുത്ത് ഒരു ബിസിനസ് സംരംഭം പടുത്തുയർത്താനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ ഉസ്താദ് നേരത്തെ ചോദിച്ച പോലെ നമ്മുടെ ഈ ഒരു കോഴ്സ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ചോദ്യം വന്നു, ഇത് എനിക്ക് എവിടെയാണ് എതിരാകുന്നത്? ഈ മതപഠനവും നിന്റെ ഈ ബിസിനസ്സും എവിടെയാണ് നിനക്ക് ഏറ്റുമുട്ടുന്നത്? ആ പോയിന്റ് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകും. അപ്പൊ അവന്റെ ചെറിയ ബുദ്ധിയിൽ നിന്ന് ചിന്തിച്ച ഒരു കാരണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവനൊരു സ്ഥാപനം, ഒരു ബിസിനസ്, ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു. അത് ആളുകൾ വന്ന് കസ്റ്റമേഴ്സ് വന്ന് വാങ്ങുന്നു. ഏത് ഒരു സ്ഥാപനത്തിലേക്കാണ്, ഏത് പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുക? ഏറ്റവും കൂടുതൽ സമീപനം നൽകുന്നത് ആരാണ്? അവിടേക്കാണ് അട്രാക്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് സക്സസ് ആകാൻ ആവശ്യമുള്ളത് ഏറ്റവും നല്ലൊരു സമീപനമാണ്, ഒരു സത്യസന്ധതയാണ്. ഈ സംഗതിയാണ് സത്യത്തിൽ ഇത് നമ്മൾ പഠിച്ചെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് മാത്രമല്ല, ഈ ഒരു മെന്റാലിറ്റിയിൽ ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിന്റെ ഒരു പ്രൊജക്ട് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഉദ്ദേശിച്ച് ഇവൻ ബിസിനസ് ചെയ്താലും ഒരു പക്ഷേ വിഭാഗത്തിലേക്ക് വരും. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ ആ കുട്ടി ദീനി പഠനം ആസ്വദിക്കാൻ തുടങ്ങി. അവൻ പഠനത്തിൽ ഒന്നുകൂടി ഇൻവോൾവ് ആകാൻ തുടങ്ങി. പിന്നീട് അതിന് ഒരു പക്ഷെ ഒരു പീരീഡ് ഉണ്ടാവും, മറ്റുള്ള ഒരു വലിവ് വരുന്നത് വരെ ആയിരിക്കും അതിന് പീരിയോഡിക്കൽ. എങ്കിലും ഈ കുട്ടി അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് പഠനത്തിൽ ഒന്ന് ഇൻവോൾവ് ആകാനും ആഗ്രഹിക്കുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റി. സ്പിരിച്വൽ കോശന്റെ കാര്യം സത് സംസാരിച്ചു. ഒരു അധ്യാപകൻ ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒരു മെന്ററായും ഒരു കൗൺസിലറായും ഒരു വഴികാട്ടിയായും ഒക്കെ നടക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യതയാണല്ലോ അവിടെ കാണിച്ചത്. ഒരു മതാധ്യാപനം അതിന്റെ അധ്യാപന ലോകത്തിന്റെ ഒരു തുടക്കം എന്ന് പറയാം. പിന്നീട് അങ്ങോട്ടുള്ള അവന്റെ ഏത് ഫീൽഡിലെ പഠനം, അൻവർ ഉസ്താദ് പറഞ്ഞ പോലെ ഒരു വിദ്യാർത്ഥിയെ അവന്റെ ലോകം അവനക്ക് ഓപ്പൺ ആക്കി കൊടുക്കുക. അങ്ങനെ വലിയൊരു വിശാലമായ ലോകത്തിലേക്ക് ആ കുട്ടി കടക്കുമ്പോൾ ഒരു മതാധ്യാപനത്തിലൂടെ അവൻ നേടിയ ആ ഒരു ഫിൽട്ടർ, ഞാൻ ഓരോ ഫീൽഡിലും എങ്ങനെയായിരിക്കണം, ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതെങ്ങനെ എനിക്ക് എന്നിലൂടെ മറ്റുള്ള ആളുകളിലേക്ക് ഈ വാല്യൂസ് എങ്ങനെ കൈമാറണം, ഇത് ശരിക്കും ഈ അധ്യാപകനിൽ നിന്ന് കിട്ടണം. അത് നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ പലപ്പോഴും അധ്യാപകര് അവരുടെ സമീപനത്തിൽ നിന്ന് വരുന്നത്
ഈ വിദ്യാർത്ഥിയും ഇവന്റെ ഫാമിലിയും അല്ലെങ്കിൽ രക്ഷിതാക്കളും നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ഉണ്ടായിരിക്കണം, നമ്മൾ പറഞ്ഞതുപോലെ നീങ്ങണം, അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നിടത്ത് ഇത് ഈ രക്ഷിതാക്കളും കുട്ടിയും ഒക്കെ ഉസ്താദുമാരിൽ നിന്ന് അല്ലെങ്കിൽ ഇവരെ നയിക്കുന്ന ആളുകളിൽ നിന്ന് അകലാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത് ശരിക്ക് കാണുന്നതാണ്. അപ്പൊ അതിനൊരു വലിയൊരു പരിഹാരമാണല്ലോ അല്ലെ. കുട്ടിയോടും കൂടി ആലോചിച്ചിട്ട് ഒരു വിശാലമായ ഫ്രെയിം, ആ ഫ്രെയിമിലേക്ക് കുട്ടിയെ കൊണ്ടുവരിക. യെസ്, അതായത് റൂൾ ഫോർ അസ്, നമ്മളൊരു നിയമം രൂപീകരിക്കുക എന്നത് കുട്ടിയെ ഭരിക്കുന്നതിന് പകരം കുട്ടിയും കൂടെ കേട്ട് കുട്ടിയും കൂടി ഇൻക്ലൂസീവ് ആയിട്ട് റൂൾ ഉണ്ടാക്കുന്നു. കുട്ടിയുടെ ഫ്രെയിമും കുട്ടിയും കൂടി ഉൾപ്പെടുത്തി ഉണ്ടാക്കുക. അപ്പൊ കുട്ടിയും കൂടി കേട്ടിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടിക്ക് അത് അക്സെപ്റ്റബിൾ ആണ്, കബൂലാണ്, സ്വീകാര്യമാണ്. അങ്ങനെ ആവുമ്പോൾ വളരെ ഭംഗിയായിട്ട് ഇത് എനിക്ക് ബോധ്യപ്പെട്ടൊരു അനുഭവം കഴിഞ്ഞ നമ്മുടെ മുമ്പുള്ള ഒരു സെഷനിൽ ട്രെയിനിങ്ങിലെ ഒരു ഉസ്താദ് പങ്കെടുത്തിരുന്നു. അവര് ഷെയർ ചെയ്തതായിരുന്നു അവരെ സ്ഥാപനത്തിലുള്ള ആ വിദ്യാർത്ഥി എല്ലാ അധ്യാപകരെ ക്ലാസ്സിലും ഇവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്, ഒരാളെയും ക്ലാസ് കുറച്ച് സമയം നീങ്ങാൻ സമ്മതിക്കൂല, എല്ലാ കുട്ടികൾക്കും ഇവൻ പ്രശ്നക്കാരൻ, ക്ലാസ്സിലും പ്രശ്നക്കാരൻ, ഇടയ്ക്ക് ഒരു ബഹളം, പെട്ടെന്ന് ഒച്ചയുണ്ടാക്കും. അങ്ങനെ കമ്മ്യൂണിക്കേഷന്റെ ഒരു ലെവൽ എവിടെയാണ് ഇതിൽ സ്വാധീനിക്കുന്നത് എന്നുള്ളത് ഈ അധ്യാപകനോട് ആ വിദ്യാർത്ഥിയെ നന്നായിട്ട് ശ്രവിക്കാൻ പറഞ്ഞു. അതായത് സൈക്കോളജിക്കലി കുട്ടിക്ക് കൊടുക്കേണ്ട സപ്പോർട്ടും അതിനോട് കൂടെ അവനെ ലിസൺ ചെയ്തപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒരു ആഴ്ചയോ 2 ആഴ്ചയിൽ ആ വിദ്യാർത്ഥി കംപ്ലീറ്റഡ് ആയിട്ട് മാറി. ഈ അധ്യാപകൻ പൂർണ്ണമായിട്ട് ആ മോന് വരുന്ന സമയത്ത് അവനെ കേൾക്കുന്നു. അവന് കേട്ടാൽ എത്രയും മതിവരാത്ത അത്രയും പറയാൻ അവനുണ്ടാവും. ആ സമയത്ത് അത്രയും പൂർണ്ണമായി കേൾക്കുന്നു. ഇനി എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്നൊരു സമീപനം ഈ അധ്യാപകനിൽ നിന്ന് പിന്നീട് ഉണ്ടായപ്പോൾ ആ വിദ്യാർത്ഥി പറയുന്നത്, ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ മതി. ഈ വിദ്യാർത്ഥിയാണ് ഇതുവരെ ഒരാളെ ക്ലാസ്സും എടുക്കാൻ സമ്മതിക്കാത്ത ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ആൾ. പിന്നെ അധ്യാപനത്തിൽ വലിയ മാറ്റാണ് ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഓരോ ക്ലാസ്സിലും ഓരോ സബ്ജക്റ്റിലും ആ കുട്ടിയിൽ പ്രോഗ്രസ് കാണാൻ തുടങ്ങി. ഇത് ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ അധ്യാപനത്തിന്റെ ഒരു ശൈലിയിൽ വന്നിട്ടുണ്ടായിട്ടുള്ള വളരെ റിസൾട്ട് ആണല്ലോ, അനുഭവങ്ങളിൽ ഒന്നാണ്. അതെ. അപ്പോ അതുപോലെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇടയിൽ പല പ്രശ്നങ്ങൾ. ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കളിയാക്കുന്നു, അവനെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു, അതുപോലെ മറ്റു സ്വഭാവ ദൂഷ്യങ്ങൾക്ക് കാരണമാവുന്നത് കൊണ്ട് ആ കുട്ടിയുടെ ഒരു പഠന ലോകം അവിടെ നിൽക്കുന്ന സാഹചര്യങ്ങൾ, അവസാനിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഇതിന് ഒരു അധ്യാപകൻ എന്ന നിലക്ക് എങ്ങനെ ഇടപെടാനും അത് പരിഹരിക്കാനും സാധിക്കും? ഞാനൊരു അനുഭവം പറയാം. ഒരിക്കലും എൻ്റെ അടുത്ത് ഒരു ഡിഗ്രി പഠന കാലയളവിൽ പഠനം നിർത്തിപ്പോയ ഒരു വിദ്യാർത്ഥി വന്നു. ആ വിദ്യാർത്ഥിയോട് ഞാൻ ചോദിച്ചു, നിനക്ക് ആ സ്ഥാപനത്തിൽ തന്നെ പോകാൻ പറ്റുമോ? അപ്പോൾ എന്നോട് പറഞ്ഞു, ആ സ്ഥാപനത്തിൽ ഇനി പോകാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു 10-20 മിനിറ്റിന് താഴെയുള്ള സമയം ആ കുട്ടിയെ കേട്ടു. കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ കുട്ടിക്ക് പഠന കാലയളവിൽ അവിടെ നിന്നുണ്ടായ, സ്ഥാപനത്തിൽ നിന്നുണ്ടായ, സമകാലികരിൽ നിന്നുണ്ടായ ചില പ്രശ്നങ്ങളാണ്. അത് ഈ കുട്ടിയെ അഗാധമായി നോവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവനോടൊരു 10-15 മിനിറ്റ്, 20 മിനിറ്റിന് താഴെയുള്ള സമയം സംസാരിച്ചു. ചെറിയ 1-2 തെറാപ്പികൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിനക്ക് ആ സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ പറ്റുമോ? വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പോയി പഠിക്കാം. പഠിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള ചില പ്രശ്നങ്ങൾ കുട്ടികളെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കും. ഇതിനെന്താണ് പരിഹാരം? ഇതിന് നമ്മളെ ഈ ട്രെയിനിങ് മെത്തേഡ് പരിഹാരമാണ്. എന്താ? ഒരു അധ്യാപകൻ ഇൻഡിവിജ്വലി ഒരു കുട്ടിയെ കേൾക്കുന്ന അവസ്ഥ, അതുപോലെ ഗ്രൂപ്പായി കുട്ടികളെ കേൾക്കുന്ന അവസ്ഥ, കുട്ടികളിൽ വ്യാപകമായി ഫീഡ്ബാക്ക് മെക്കാനിസം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എലമെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അവസ്ഥ. അതിൻ്റെതായ ഫോർമാറ്റ് ഉണ്ട്, മൂവ്മെന്റ്സ് ഉണ്ട്, അതിന് കൃത്യമായ ബാക്കപ്പുകൾ വേണം. അത്തരം ട്രെയിനിങ്ങുകൾ തന്നെ വേണം, എന്നാലേ അതാവുള്ളൂ, അല്ലെങ്കിൽ അത് മറ്റൊന്നായിരിക്കും. അപ്പം അത്തരം ഒരു സമീപനം ഉണ്ടായാൽ ഈ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അത് പക്ഷേ മുൻധാരണയോടെ ആകരുത്. പിന്നെ പലപ്പോഴും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പരുക്കേൽപ്പിക്കുന്നതും ആകരുത്.
പരിക്കേൽപ്പിക്കുന്നതാകരുത്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു പ്രശ്നം പറയുമ്പോൾ ആ പ്രശ്നം കേൾക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, തർക്ക പരിഹാരത്തിന് അതിൻ്റെതായ ഒരു മെത്തേഡ് ഉണ്ട്. അത് സ്കില്ലാണത്. ആ സ്കില്ല് ആദ്യം ആർക്ക് വേണം? ഉസ്താദിന് വേണം. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനിലെ പ്രധാന സമീപന രീതികളെല്ലാം കൃത്യമായി സ്ഥിരപ്പെടണം. എന്നാൽ വളരെ ഭംഗിയായിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. കുട്ടികൾ തമ്മിലുള്ള സ്ഥാപനത്തിലെ കോൺഫ്ലിക്റ്റിലെ അധ്യാപകർ ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് അവരും കൂടും ഈ പ്രശ്നത്തിൽ അങ്ങ് ഇടപെടും. രണ്ടാളെയും അടിച്ചൊതുക്കും. അതിൽ വാദിയും പെട്ടിട്ടുണ്ടാവും, പ്രതിയും പെട്ടിട്ടുണ്ടാവും. പിന്നെ അടുത്തത് ഇവർക്ക് സമീപിക്കാൻ ഒരു ഇടമല്ല. ഇതിൽ നമ്മുടെ ഈ ശൈലി അനുസരിച്ച് സമീപിച്ചപ്പോൾ അതിന് ചെറിയൊരു ഭാഗം എടുത്ത് സ്റ്റാർ സിസ്റ്റത്തിൽ ഉസ്താദ് പറയുന്ന ഒരു സമീപന രീതി ഉണ്ടായിരുന്നു. കുട്ടികൾ പരസ്പരം സഹായിക്കുന്നതിന് പരിഗണനയും സ്റ്റാറും നൽകുക. ഇത് നമ്മൾ സ്ഥാപനത്തിൽ ചെയ്തു നോക്കിയപ്പം അൽഹംദുലില്ലാ ഭയങ്കര കുട്ടികൾ മത്സരിക്കാണ് പരസ്പരം. സതേ ഞാൻ ഇന്ന് അവനക്ക് ഇത് ചെയ്തു കൊടുത്തു, ഞാൻ അത് ചെയ്തു കൊടുത്തു. ഇങ്ങനെ ആവുമ്പോൾ പിന്നീട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസ് വളരെ കുറഞ്ഞു. അവര് പരസ്പരം സഹായിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരുപാട് വിഷയങ്ങള് അഥവാ അധ്യാപകന്റെ ശൈലിയും സമീപനവും ശരിയായി കുട്ടികൾക്ക് ജസ്റ്റ് ഒരു ദിശാബോധം കൊടുക്കുമ്പോൾ ഇങ്ങനെ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ നേരത്തെ ജുറേജ് ഉസ്താദ് സ്റ്റാർ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് രണ്ടു കൂടി ആഡ് ചെയ്യാൻ തോന്നി. ഈ സ്റ്റാർ സിസ്റ്റം കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ നമ്മൾ കാണുമ്പോൾ, റിസൾട്ട് കാണുമ്പോൾ പലപ്പോഴും ഈ ട്രെയിനിങ്ങിൽ വരാത്ത ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം സ്റ്റാർ സിസ്റ്റം എന്ന് പറയുന്നത് കണ്ണുവട്ടൻ ആനനെ കാണാൻ പോയ കഥ പോലെയാണ്. കണ്ണുവട്ടൻ ആനനെ കാണാൻ പോയി കാല് തൊട്ടാള് പറഞ്ഞ ആന ഒരു തൂണ് പോലെയാണ്, വാല് തൊട്ടാള് പറഞ്ഞ ചൂല് പോലെയാണ് എന്ന് പറഞ്ഞതുപോലെ സത്യത്തിൽ ഇതല്ലല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറയും ഈ സ്റ്റാർ സിസ്റ്റം കൊണ്ട് ഒരു തരം നിഫാക്ക് കുട്ടികളിൽ ഉണ്ടാകുന്നു. കുട്ടികളെ നിഫാക്ക് പഠിപ്പിക്കുന്ന സംഗതിയാണിത്. എന്താ കാരണം വെച്ചാൽ കണ്ണുപൊട്ടൻ ആനയെ കണ്ടതുപോലെ സ്റ്റാർ സിസ്റ്റത്തെ കണ്ടുകൊണ്ടാണ്, വിദൂരത്തുനിന്ന് കണ്ടു. സിസ്റ്റത്തിന്റെ ഉള്ളിൽ വന്ന് എന്താണ് നമ്മൾ സിസ്റ്റം പറയുന്ന സ്റ്റാർ സിസ്റ്റം, അത് എപ്പോഴാണ് സക്സസ് ആകുന്നത്, എങ്ങനെയാണ് ഇതിൽ ഇനി കുട്ടികൾക്ക് ഇഖ്ലാസ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ്. ഒരുപക്ഷെ നിസ്കാരത്തിൽ പല കുട്ടികളും അശ്രദ്ധയായി നിൽക്കുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ സ്റ്റാർ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അറിയാത്ത ആളുകൾ പറയുന്നതാണ്, അല്ലെങ്കിൽ വിദൂരത്ത് നിന്ന് നോക്കുന്ന ആളുകൾ പറയുന്നതാണ്, സംശയത്തോട് നോക്കുന്നവർ പറയുന്നതാണ് അപ്പോൾ സ്റ്റാറിന് വേണ്ടി നിസ്കരിക്കല്ലേ, അപ്പൊ എങ്ങനെ അതിന് കൂലി ഉണ്ടാകുക, ഇഖ്ലാസ് ഉണ്ടാകുന്നത്. അവിടെ തല്ലിന് വേണ്ടി നിസ്കരിച്ചാൽ കുഴപ്പമില്ല. അവിടെ അപ്പൊ നമ്മൾ സത്യത്തിൽ ഇതിന്റെ ട്രെയിനിങ് മുന്നോട്ട് പോകുമ്പോൾ അതില് പിന്നെ ഒരു ഘട്ടത്തിലെത്തുന്ന സമയത്ത് കുട്ടിയിൽ ഇതൊരു സ്കില്ലായി വന്നതിന്റെ ശേഷം, ഒരു ശൈലിയായി സ്വഭാവമായി രൂപമാറ്റം സംഭവിച്ചതിന് ശേഷം എഡ്യൂക്കേറ്റ് ചെയ്ത് പതേ സ്റ്റാർ സിസ്റ്റം ഒഴിവാക്കുന്നൊരു ഘട്ടം. ആ ഘട്ടം വരെ മുന്നോട്ട് പോകാൻ അനുവദിക്കണം. അപ്പോഴാണ് അതിന്റെ ഒരു ഭംഗിയുള്ള ഒരു അവസ്ഥ കാണാൻ പറ്റുക. അതുപോലെ തന്നെ എൻ്റെ ഒരു അനുഭവത്തിലുള്ളതാണ് ഇപ്പൊ ഈ കുട്ടികൾക്കിടയിലുള്ള സംഭവങ്ങൾ കുട്ടികളെ കൊഴിഞ്ഞുപോക്കിന് കാരണമാവുന്നത് പറയുമ്പോൾ പിന്നെ കളവ് ഉള്ള ഒരു കുട്ടി. അപ്പോൾ ഈവൻ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കളവ് എന്ന് പറയുന്നത് ഒരു തെറ്റല്ലാതെയാണ് കളവ് നടത്തുന്നത്. പരസ്യമായിട്ട് പോലും അവൻ എടുത്തു പോകും മറ്റുള്ളവരുടെ സാധനം. അപ്പൊ ഇങ്ങനെ ഇത് കൂടി വന്ന് മറ്റുള്ള കുട്ടികൾക്ക് ഭയങ്കര പ്രയാസമായി മാറി. അവർ ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും അവരെന്തെങ്കിലും സാധനം കാണാനായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലും കാണാനായിട്ടുണ്ടാവും. അങ്ങനെ ഈ കുട്ടിയെ പിന്നെ നമ്മുടെ ലെറ്റിലൊരു പഠന വിധേയമാക്കി. ലെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം ഒരു 3 ആഴ്ചയോളം ഈ കുട്ടിയുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഉസ്താദ് പറഞ്ഞ സൊല്യൂഷൻ ചെയ്യുന്നു, അടുത്ത ആഴ്ച വരുന്ന സമയത്ത് ഗണ്യമായി കുറവ് വരുന്നുണ്ടെങ്കിൽ പൂർണ്ണമാകുന്നില്ല, വീണ്ടും പറയുന്നു, വീണ്ടും ഉസ്താദ് കാരണങ്ങൾ ഇങ്ങനെ ഓരോ സൊല്യൂഷൻസ് ഇങ്ങനെ കടന്നുപോയി. ഏകദേശം ഒരു മാസത്തിന് ശേഷം ഈ കുട്ടിയുടെ ഈ ഒരു കളവ് എന്ന് പറഞ്ഞ ഈ സ്വഭാവം, കളവ് നടത്തുന്ന ഈ ദുസ്വഭാവം പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ 95% അത് നിർത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളത്. എനിക്കതിന് ആകെ ചെലവായത് 15 രൂപ മാത്രമാണ്. ഞാൻ പലപ്പോഴും എടുത്തു പറയാറുണ്ട് അത്. നേരെ മറിച്ച് ഞാൻ ലെറ്റിന് മുമ്പുള്ള ഒരു അൻവറാണെങ്കിൽ, ലെറ്റിന് മുമ്പുള്ള ഒരു ഞാനാണെങ്കിൽ ആ കുട്ടിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് ചീത്ത കിട്ടിയിട്ടുണ്ടാവും, പരസ്യമായിട്ട് ആ കുട്ടിയെ ഞാൻ അധിക്ഷേപിച്ചിട്ടുണ്ടാവും. അൽഹംദുലില്ലാ അതിത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കാനും ആ കുട്ടിയുടെ പെയിന് അതിന്റെ ഒരു ദുൽമിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ എനിക്ക് ചെലവായത് ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റിന് 10 രൂപയും ഒരു 2 രൂപ 5 രൂപ ഒരു റബ്ബർ എന്ന് പറഞ്ഞാൽ എറൈസിങ് റബ്ബർ, ഇത് മാത്രമാണ് ഞാൻ ഉസ്താദ് പറഞ്ഞു പർച്ചേസിങ് മെന്റാലിറ്റി ഇതിന് കാരണമാകാം. അങ്ങനെ അവന്റെ കൃത്യമായ അവൻ ലിസണിങ്ങിലൂടെ നമ്മൾ മനസ്സിലായി ഇവൻ പർച്ചേസിങ് മെന്റാലിറ്റിയാണ് അവന്റെ പ്രശ്നം. അങ്ങനെ അത് നമ്മുടെ വകയായിട്ട് അവനക്ക് ചെയ്തു കൊടുത്ത സമയത്ത് പിന്നെ 1 2 തവണ എന്നോടൊന്ന് ചോദിച്ചു, എനിക്ക് ഇന്ന ഒരു ആവശ്യമുണ്ട്, ബേക്കറിയുമായി ബന്ധപ്പെട്ട ആവശ്യമായിരുന്നു. അത് അവന് ഞാൻ കൊടുക്കുകയും ചെയ്ത സമയത്ത് ഇപ്പൊ അൽഹംദുലില്ലാ
അത്ര പ്രശ്നങ്ങൾ അവസാനിച്ചു പോയി. യെസ്. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിളായി ചെറിയ ചെറിയ മെത്തേഡിലൂടെ നല്ല തുറന്ന മനസ്സോടുകൂടെ ഇത്തരം ടൂളുകൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഈ കുട്ടികൾക്ക് ഒരുപാട് ടൂളുകൾ ഉസ്താദിന് പരിചയപ്പെടുത്താറുണ്ട്. കുട്ടികൾക്കിടയിലുള്ള ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ അത് നല്ല ഒരു സ്കില്ലായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ അതിനെല്ലാം ഇപ്പോൾ ഈ ഒരു വീഡിയോ കേട്ട് ഇപ്പോൾ മുമ്പൊരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ഉസ്താദിൻ്റെ കൂടെ പോയപ്പോൾ ഉസ്താദിന് ഓർമ്മ ഉണ്ടാകും, ഒരാൾ പറഞ്ഞു നിങ്ങളുടെ മൊഡ്യൂളൊക്കെ തരൂ, ഞാൻ എന്ത് ചെയ്യാം, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തോളാം, അല്ലാതെ നിങ്ങൾ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നീന്തുന്നതിനെ കുറിച്ചുള്ള പുസ്തകം തരും, ഞാൻ നീന്താമെന്ന് പറയുന്നത് പോലെ. പക്ഷെ അയാൾ CA കാരനാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതപ്പെടുന്ന കാര്യം. അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിനോടുള്ള ഒരു വിരോധം, എന്നാൽ നമ്മൾ ട്രെയിനിങ്ങിന് വിധേയപ്പെടാനുള്ള ഒരു പേടി, ഈ ഒരു പേടിയാണ് അവരെ അത്ര ചോദ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായി നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഞാനിത് സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ ആരെയും മോശപ്പെടുത്താനല്ല, ട്രെയിനിങ്ങിന്റെ ആവശ്യകത സൂചിപ്പിച്ചത് മാത്രം. അവിടെ ശ്രദ്ധേയമായ ഒരു വശം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ഒരിക്കലും ഒരു ട്രെയിനിങ് ഒരു സ്ഥാപനത്തിൽ പോകുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് ഇവർക്ക് ആർക്കും നന്മയോട് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല, അവർക്കും കാര്യങ്ങൾ ഭംഗിയാക്കണം. അന്നത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ അവർ മനസ്സ് തുറന്ന് സംസാരിച്ചു. പക്ഷെ അവിടെ ഒരു വലിയൊരു കാര്യം ഞാൻ പഠിച്ചത്, ഈ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എപ്പോഴും ഭയങ്കര അപകടമാണ്. ഒരാളെ കുറ്റപ്പെടുത്തുന്നത്, ഇപ്പോൾ ഗീബത്ത് എന്നാണ് അറബിയിൽ ഈ കുറ്റം പറയുന്നതിന് പറയാം. അതിന്റെ ഡെഫിനിഷൻ ദിക്റൂക അഹാക ബിമാ യക്റഹ്, നിന്റെ സഹോദരനെ പറ്റി അവന് ഇഷ്ടമില്ലാത്തത് പറയുക. ഇതിനെക്കുറിച്ച് ഇസ്ലാമിൽ ധാരാളം ഭവിഷ്യത്തുകൾ പറഞ്ഞത് കാണാം. അൽ ഗീബത്തു അശദ്ദു മിൻ സലാസീന സനിയത്തൻ എന്നത് കാണാം. 30 വ്യഭിചാരത്തെക്കാൾ കഠിനമാണെന്ന് കാണാം ഒരു ഹദീസിൽ. മറ്റൊരു ഹദീസിൽ കണ്ടത് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഗീബത്ത് എന്ന് പറയുന്നത് അശദ്ദു മിൻ സബഈന ഹൂബൻ എന്ന് പറഞ്ഞിട്ട് 70 ഹൂബ് എന്ന് പറഞ്ഞാൽ തുജാമിയു ഉമ്മഹു സബഈന മറത്തൻ. 70 എന്ന് പറഞ്ഞാൽ 4000 മേലെ വരും. 4000 തവണ ഉമ്മയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണ് ഒരാളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ഹദീസിൽ പറയുന്നു. ഞാൻ ആലോചിച്ചത് എപ്പോഴാന്ന് പറഞ്ഞാൽ, ഇത്തരം വിരോധം പറയുന്നവരുടെ വിരോധം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്നറിയോ? മുൻധാരണയുടെ പേരിൽ കുറ്റങ്ങൾ പറയുക. ഈ കുറ്റങ്ങൾ പറയുമ്പോൾ അതിങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടക്കും, അതിങ്ങനെ പിന്നെയും എങ്ങനെ വികസിക്കും. ഈ വികസിക്കുമ്പോൾ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത ദുരന്തങ്ങൾ ഉണ്ടാക്കലാണ് ഈ കുറ്റം പറച്ചിൽ. ഭയങ്കര അപകടമാണ്. ഈ അപകടം ഉൽപ്പാദിപ്പിക്കുന്നത് ഇത്തരം ഈ ഏർപ്പാടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ എപ്പോഴും സൂക്ഷിക്കപ്പെടേണ്ട ഒരു സാധനമാണ്. ഉമ്മയെ 4000 തവണ വിഭജിക്കുന്നതിനേക്കാൾ കഠിനമാണ് ഒരു ഗീബത്ത് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയണമെങ്കിൽ അത്രയും ഗൗരവമാണ്. അത് പ്രത്യേകിച്ച് അറിവുള്ളവർ പറഞ്ഞാലും തെറ്റന്നെയാണ്. അത് അറിവിൻ്റെ വക്താക്കളായി അറിയപ്പെടുന്നവർ പറഞ്ഞാലും തെറ്റന്നെയാണ്. വളരെയേറെ സൂക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ മേഖലയിൽ നമ്മൾ അനുഭവിച്ച, പ്രത്യേകിച്ച് ഞാൻ ആ സെഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ വളരെ പ്രിയപ്പെട്ട ചില ഉസ്താദുമാര് വളരെ ഇഷ്ടത്തോടെയും അങ്ങേയറ്റത്തെ റഹബത്തോടു കൂടെയും നമ്മളെ ക്ഷണിച്ചപ്പോഴാണ് നമ്മൾ ആ പ്രോഗ്രാമിന് ചെല്ലുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിന് ചെന്ന് നമ്മൾ ഇരിക്കുമ്പോൾ പിന്നെ ഈ പ്രോഗ്രാമിന്റെ സദസ്സിലിരിക്കുന്ന പലരും അവരുടെ മുഖം കണ്ടാൽ വളരെ പ്രയാസമായിരുന്നു. ഏകദേശം 1/2 മണിക്കൂറിന്റെ മേലെ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഓപ്പണായി. അതിൽ വെച്ചാണ് ഈ ചോദ്യമൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് വ്യക്തി ഇപ്പോഴും മാറ്റർ അല്ല, വിഷയം മാത്രമാണ് നമ്മുടെ മാറ്റർ. അപ്പോൾ അവിടെ നമ്മൾ കണ്ട ഒരു വിഷയമാണ് ഈ ഒരു സംഗതി. അതായത് ഒരു അത്രയും സമയം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഓപ്പണായി. അവിടെ നമുക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഈ ശബ്ദം കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പൊതുവായ ജനങ്ങളോടല്ല പറയുന്നത്, പക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പറയലാണ് മാർഗം എന്നതുകൊണ്ട് ഈ മാർഗം ഉപയോഗിക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റം, എസ്പെഷ്യലി റിലീജിയസ്, അത് അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻ ലീഡ് ചെയ്യുന്ന ആൾക്കാർ, മതസ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അധ്യാപകരും നിയന്ത്രിക്കുന്ന ആൾക്കാരും അതിൻ്റെ വക്താക്കളും, അവരിലേക്ക് ഈ ഒരു നല്ല സന്ദേശം എത്താനാണ് നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡ് പോലും ചെയ്യുന്നത്. അവരുടെ മുമ്പിൽ ഈ സംഗതി എത്തിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളൊരു മെസ്സേജാണ്, അവർക്കിത് നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ വലിയ എക്സ്പെൻസീവായ ഒരു റൂട്ടിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയ വലിയ ബിഗ്ഗസ്റ്റ് എമൗണ്ട് ചെലവിട്ടിട്ടാണ് ഇത് എടുക്കുന്നത്. ഈ നിമിഷം വരെ, നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ നിമിഷം വരെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു പരമസത്യമാണ്, ഇത് നമ്മൾ അതുപോലെ ബെനിഫിറ്റബിൾ ആക്കി കൊണ്ട് നടന്നിട്ടില്ല. തെളിച്ചു പറയുകയാണെങ്കിൽ ഏകദേശം 1 കോടിയോളം രൂപ വരും ഇതിന്റെ ചിലവ്. നമ്മളിപ്പോൾ ഈ എത്തി നിൽക്കും ഇത്ര ധൈര്യത്തോടെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇത് പറയാനുള്ള ധൈര്യം ആകണമെങ്കിൽ
അത്രയും ചെലവിട്ട് റിസൾട്ട് കണ്ടു. ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ പോലും മറ്റ് വ്യക്തിപരമായ ഒരു കമ്മിറ്റ്മെന്റ് പേരിൽ കൂടെ നിൽക്കുന്നവരില്ല. റിസൾട്ട് കണ്ടതിന്റെ പേരിൽ മാത്രം കൂടെ നിൽക്കുന്നവരാണ് ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും. ഷുവർ, തീർച്ചയായിട്ടും നമുക്കത് ആരോടും പറയാൻ പറ്റുന്ന നമ്മുടെ ഒരു രഹസ്യ സത്യമാണ്, എവിടെയും പരസ്യമാക്കാൻ പറ്റുന്ന ഒരു രഹസ്യ സത്യമാണ്. അപ്പോൾ അത് ഉള്ളപ്പോൾ അത് ഉൾക്കൊള്ളുകയും അത് യൂസ് ചെയ്യുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായ ഭാഷയിൽ അഭ്യർത്ഥിക്കാനും കൂടിയാണ് നമ്മൾ ഈ എപ്പിസോഡുമായിട്ട് പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നത്. അതായത് കോടികൾ ചിലവഴിച്ചിട്ടാണ് സ്ഥാപനങ്ങൾ രൂപപ്പെടുന്നത്. ചെറിയൊരു സ്ഥാപനങ്ങളുടെ ഇതുപോലും സ്ഥലവും അതുപോലെ ബിൽഡിങ്ങും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ അത്രയും എക്സ്പെൻസീവ് ആണ്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു ഡ്രീം ആയിട്ടുള്ള ബെനിഫിറ്റ് പലപ്പോഴും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കിട്ടാറില്ല. അത് കിട്ടാനുള്ളൊരു വഴിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു സമർപ്പണത്തിന് തയ്യാറായത്. ആ ബോധ്യം ഉള്ളത് കൊണ്ടാണ് അൽഹംദുലില്ലാ ഇപ്പോൾ ഹാപ്പി സോണിൻ്റെ പേരിൽ ശബ്ദമായി പുറത്തു വരുന്ന എല്ലാവരും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവരോടൊക്കെ ഉൾക്കൊള്ളണം എന്ന് വളരെ വിനീതമായ ഭാഷയിൽ ഈ സമയത്ത് ഉണർത്തുകയും അതോടൊപ്പം ഈ സംവിധാനങ്ങളുമായൊക്കെ സഹകരിക്കുകയും അതുപോലെ അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുക. പിന്നെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുകൊണ്ട് പിന്നെ തെറ്റിദ്ധാരണകളുടെ ഒരു പറയുന്നവരൊന്നും ഇല്ല, എന്നാലും അത് സപ്പോർട്ട് ചെയ്യുന്നവരും വളരെ പ്രതീക്ഷയോടുകൂടെയും ഇതിനെ പിന്തുണക്കുന്നവരാണ് വലിയൊരു ശതമാനം. എപ്പോഴും പറയുന്ന പോലെ ഹാപ്പി സോൺ എന്ന് പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടേതാണെന്ന് പറയും. യെസ്, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടേതും കൂടിയാണ് ഹാപ്പി സോൺ. അപ്പോൾ നമ്മളിലും നമ്മുടെ ചുറ്റിലും ഒരു ഹാപ്പി സോൺ, സന്തോഷ ഇടം, അത് പടുത്തുയർത്താനുള്ള ഒരു സുവർണാവസരമാണ്. ആ സുവർണാവസരമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാവർക്കും സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഇതിൻ്റെ ഈ ശബ്ദം നമ്മൾ നേരുന്നു. ഇൻഷാ അല്ലാഹ് ശ്രോതാക്കളോടും നമ്മൾ പറയുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് മതസ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. ഈ 2025 സെപ്റ്റംബർ മാസം, ഈ സെപ്റ്റംബറിലാണ് നമ്മൾ ഒരു മാസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ട്രെയിനിങ് ആരംഭിക്കുന്നത്. ഒരു 5 മാസത്തെ ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. വ്യാപകമായി എല്ലാവരിലേക്കും ഈ മെസ്സേജ് എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും ഇതിൻ്റെ തുടർ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഇൻഷാ അല്ലാഹ്.